ഇസ്ലാമാബാദും തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനും അതായത് TTP ഇവർ തമ്മിലുള്ള തുറന്ന പോര് പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പരമ്പരാഗത യുദ്ധമുറകൾക്കപ്പുറം വെല്ലുവിളികളിലേക്കും പോർവിളികളിലേക്കുമൊക്കെയാണ് ഈ സംഘർഷം വ്യാപിച്ചിരിക്കുന്നത്. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ നേതാക്കൾ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനോട് മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് പോരാടാൻ വരൂ എന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ആഴ്ചകളായി നീണ്ടു നിൽക്കുന്ന സംഘർഷം ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ട് വെടിനിർത്തലിലേക്ക് എത്തിച്ച സാഹചര്യത്തിലാണ് ഇത്തരം പോർവിളികൾ മേഖലയിൽ വീണ്ടും ഉയരുന്നത്. നിരന്തരം പാക് സൈന്യത്തിന്റെ ശക്തിയെയും മനോവീര്യത്തെയും ചോദ്യമുറയിൽ നിർത്തുന്നത് TTPയുടെ ഒരു യുദ്ധതന്ത്രമാണ്. പാകിസ്ഥാൻ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പുറത്തുവിടുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ വിശ്വാസ്യതയും TTP പൊളിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒക്ടോബർ 8-ന് ഖൈബർ പഖ്തൂൺഖ്വയിലെ കുർറം ജില്ലയിൽ നടന്ന ആക്രമണത്തിൽ 11 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് പാകിസ്ഥാൻ പുറത്തുവിട്ട ഔദ്യോഗിക കണക്ക്. എന്നാൽ 22 പാക് സൈനികർ കൊല്ലപ്പെട്ടതിന്റെയും പിടിച്ചെടുത്ത ആയുധങ്ങളുടെയും വാഹനങ്ങളുടെയും ദൃശ്യങ്ങൾ TTP പുറത്തുവിട്ടു. ഇതിലൂടെ പാക് സർക്കാരിന്റെ വിശ്വാസ്യത കളയാൻ TTPക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ഓർക്കണം, ഈ സംഘടന പോരാടുന്നത് ഒരു ആണവ രാജ്യത്തോടാണ്. പാക് സൈന്യത്തെ പോരാടി തോൽപ്പിക്കാൻ തങ്ങൾക്കാവുമെന്ന ഒരു സന്ദേശം കൂടി ഇത്തരം ദൃശ്യങ്ങളിലൂടെ അവർ അഫ്ഗാനിലും പാകിസ്ഥാനിലും പരത്തുന്നുണ്ട്. ഇതിലൂടെ കൂടുതൽ ആളുകളെ തങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് TTPയുടെ ലക്ഷ്യം. ഇനി പാക് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയായ ഡ്യൂറൻ ലൈനിലേക്കൊന്ന് വരാം. 1893-ൽ ബ്രിട്ടീഷിന്റെയും അഫ്ഗാനിസ്ഥാനും ചേർന്ന് നിർണയിച്ച ഈ അതിർത്തി പഷ്തൂൺ സമൂഹത്തെ രണ്ടായി വിഭജിച്ചു. ഒരു പരമാധികാര അതിർത്തി എന്ന നിലയിൽ ഡ്യൂറൻ ലൈനിനെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ അംഗീകരിക്കുന്നില്ല. TTP എന്ന പാകിസ്ഥാൻ താലിബാൻ എന്നത് അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടമായ താലിബാനിൽ നിന്ന് വ്യത്യസ്തമാണ്. എങ്കിലും TTPയുടെ പല നേതാക്കളും പോരാളികളും അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ അഭയം തേടുകയും അഫ്ഗാൻ താലിബാനുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അഫ്ഗാൻ താലിബാൻ അധികാരത്തിൽ വന്ന ശേഷം TTPയുടെ പ്രവർത്തനങ്ങൾ പാകിസ്ഥാനിൽ വർദ്ധിപ്പിക്കാനും അവർക്ക് സാധിച്ചു. അടുത്തിടെയുണ്ടായ അതിർത്തിയിലെ ഷെല്ലാക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും സ്ഥിതിഗതി വഷളാക്കി. ഇരുവശത്തും സാധാരണക്കാർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനെതിരെയുള്ള കടന്നുകയറ്റമായി അഫ്ഗാൻ താലിബാൻ ചിത്രീകരിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ ഖത്തറും തുർക്കിയും മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാർ ഒക്ടോബർ പകുതിയോടെ ദോഹയിൽ വെച്ച് പ്രഖ്യാപിച്ചു. ഡ്യൂറൻ ലൈനിലെ സംഘർഷം വർദ്ധിക്കുന്നത് തടയാൻ അത്യാവശ്യമായ ഒരു നടപടിയായാണ് ഇതിനെ നയതന്ത്രജ്ഞർ കണ്ടത്. എങ്കിലും ഈ വെടിനിർത്തൽ എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന് പറയാനാവില്ല. കാരണം TTPയുടെ ലക്ഷ്യം പാകിസ്ഥാനിൽ ഇസ്ലാമിക് ഭരണകൂടം സ്ഥാപിക്കുക എന്നതാണ്, അല്ലാതെ വെറും അതിർത്തി തർക്കമല്ല ഇത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ താത്കാലികമായി നിർത്തിവെച്ചാലും ആശയപരമായ പോരാട്ടം തുടരും. വെടിനിർത്തലിന് ശേഷവും TTP സൈനിക മേധാവിക്കെതിരെ ഭീഷണി മുഴക്കുന്നത് അവർ നയതന്ത്രത്തിന് വലിയ വില കൽപ്പിക്കുന്നില്ല എന്നതിന്റെ സൂചന തന്നെയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു വശത്ത് ഇന്ത്യയുമായി കാശ്മീർ അതിർത്തിയിൽ കടുത്ത സമ്മർദ്ദം നിലനിൽക്കുമ്പോൾ മറുവശത്ത് TTPയുടെ ആക്രമണങ്ങൾ ആഭ്യന്തര സുരക്ഷയെ വലിയ തോതിൽ ബാധിക്കുന്നു. സൈനിക മേധാവിക്കെതിരായ ഭീഷണി സൈനിക നേതൃത്വത്തിന്റെ കാര്യക്ഷമതയെ പൊതുജനമധ്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള ശ്രമം കൂടിയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അസ്ഥിരതയിലും ഉഴലുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ സുരക്ഷാ വെല്ലുവിളികൾ അധിക ഭാരമാണ്. ഡ്യൂറൻ ലൈനിലെ താത്കാലിക വെടിനിർത്തൽ ഒരു ചെറിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും TTPയുടെ നിലപാടുകളും അഫ്ഗാൻ താലിബാനുമായുള്ള അവരുടെ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സംഘർഷം പൂർണ്ണമായി കെട്ടടങ്ങില്ല. ഈ വെല്ലുവിളിയെ നേരിടാൻ പാകിസ്ഥാന് സൈനികമായ കരുത്ത് മാത്രമല്ല, അതിർത്തിയിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയവും നയതന്ത്രപരവുമായ തന്ത്രങ്ങളും ആവശ്യമാണ്. ഇസ്ലാമാബാദ് ഈ വെല്ലുവിളിയെ എങ്ങനെ നേരിടും? TTPയുടെ യുദ്ധതന്ത്രം സൈനിക നേതൃത്വത്തിൽ എന്ത് സ്വാധീനം ചെലുത്തും? ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്.